പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒന്നാമത്തെ ചാപ്റ്റർ അതിൻ്റെ പാർട്ട് 1 ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് പാർട്ട് 2 ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാർട്ട് 1-ൽ മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ വിശദമായിട്ട് കണ്ടു. അതോടൊപ്പം തന്നെ അതിൻ്റെ നിർവചനങ്ങൾ, എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ, ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെ 3 ഹെഡിങ്ങിൽ നമുക്ക് തരംതിരിക്കാൻ കഴിയും. മോണിറ്ററിൽ ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 3: ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓൾസോ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ആദ്യമായി നമുക്ക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് കാണാം. സ്ഥാപനപരമായ ലക്ഷ്യങ്ങളാണ്. ഇവയെ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്നിവിടെ വിശേഷിപ്പിക്കാറുണ്ട്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ബൈ മാനേജ്മെൻറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ ആർ കോൾഡ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ദേ ആർ ഓൾസോ കോൾഡ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത് എന്നിവയാണ്. സോ the elements of economic objectives are mainly 3: survival, profit and growth. Firstly, survival, നിലനിൽപ്പാണ്. സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പാണ് ഒന്നാമത്തെ ഘടകമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. മാനേജ്മെൻറ്റ് മസ്റ്റ് സ്ട്രൈവ് ടു എൻഷുവർ the survival of the organization. In order to survive, an organization must earn enough revenue to cover the cost. അപ്പോൾ ചെലവിന് തക്കതായിട്ടുള്ള വരുമാനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കോസ്റ്റ് കവർ ചെയ്യാനുള്ള റവന്യൂ, വരുമാനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് തുടർന്ന് നിലനിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ തുടർന്നുള്ള നിലനിൽപ്പ്, സർവൈവ് ചെയ്യുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവായിട്ട് പരിഗണിക്കാവുന്നതാണ്. ആൻഡ് സെക്കൻഡ്ലി, പ്രോഫിറ്റ് മേ ബി ടേക്കൺ ആസ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് ബിസിനസ് സ്ഥാപനങ്ങൾ ഒരു ലക്ഷ്യമായിട്ട് പരിഗണിക്കാറുണ്ട്. So, management has to ensure that the organization makes a profit. Profit provides a vital incentive for the continued successful operations of the enterprise. അപ്പോൾ എപ്പോഴും മാനേജ്മെൻറ്റ് മതിയായ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ലാഭം എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാളും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രോഫിറ്റ് ഉള്ളൂ. ഇൻവോൾവ് ചെയ്യുന്ന കോസ്റ്റിനേക്കാളും കൂടുതൽ വരുമാനം സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ലാഭം ഉണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മാനേജ്മെൻറ്റ് സ്വീകരിക്കാറുണ്ട്. തീർച്ചയായിട്ടും ലാഭം ഒരു സ്ഥാപനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലമാണ്. ഉടമസ്ഥൻ ബിസിനസ്സിൽ മൂലധനം മുടക്കുമ്പോൾ അയാൾക്ക് തക്കതായ ഒരു പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. ആ പ്രതിഫലമാണ് ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ന്യായമായൊരു പ്രോഫിറ്റ് തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പരിഗണിക്കാവുന്നതാണ്. ആൻഡ് തേർഡ്ലി, ഗ്രോത്ത് ഓഫ് ദ ബിസിനസ്. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ഗ്രോത്ത് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഫോർ ലോങ് ടേം എക്സിസ്റ്റൻസ്, മാനേജ്മെൻറ്റ് മസ്റ്റ് എക്സ്പ്ലോയിറ്റ് ഫുള്ളി ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് ദ ഓർഗനൈസേഷൻ. Growth of a business can be measured in terms of sales volume, increase in the number of employees, adding new products, increase in capital investment, etc. അപ്പോൾ ഇവിടെ സ്ഥാപനത്തിൻ്റെ വളർച്ച എന്നത് പ്രധാനമായിട്ടും ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യമാണ്. ഇവിടെ വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസ് വോളിയത്തിലുണ്ടാകുന്ന വർധനവ്, അല്ലെങ്കിൽ ജീവനക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്, പുതിയ ഉൽപ്പന്നങ്ങൾ ആഡ് ചെയ്യുക, അതായത് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ടുണ്ടാവുക. ഈ രീതിയിൽ സ്ഥാപനത്തിൻ്റെ വളർച്ച കൂടെ ലക്ഷ്യം വെക്കാവുന്നതാണ്. സോ ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് or the economic objective may be survival, profit or growth. Then secondly, we shall discuss about the social objectives. Second category of objectives of management are social objectives. A business should conduct the activities to fulfill
ദ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരിക്കലും ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യേണ്ടത് ഏത് ബിസിനസ്സിൻ്റെയും അനിവാര്യതയാണ്. അൺഡിസൈറബിൾ ആക്ടിവിറ്റീസ് ഷുഡ് നോട്ട് ബി അണ്ടർടേക്കൺ ഫോർ മാക്സിമൈസിങ് പ്രോഫിറ്റ്. അല്ലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ പേരിൽ ഒരു കാരണവശാലും മറ്റ് പ്രതികൂല രീതികൾ അല്ലെങ്കിൽ മോശപ്പെട്ട രീതികൾ ബിസിനസ് അവലംബിക്കാൻ പാടില്ല. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്? ഒരു ബിസിനസ് സാധാരണത്തിൽ ഫുൾഫിൽ ചെയ്യുന്ന സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, കാരണം എല്ലാ ബിസിനസ്സിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭം ഉണ്ടാക്കലാണെങ്കിലും സമൂഹത്തെ മറന്നുകൊണ്ടുള്ള ഒരു ലാഭം ഒരിക്കലും സ്ഥാപനത്തിൻ്റെ തുടർച്ചയായുള്ള പ്രവർത്തനത്തിനെ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് സമൂഹത്തിന് ഉതകുന്ന സോഷ്യൽ ആക്ടിവിറ്റീസിൽ കൂടി എൻഗേജ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യമാണ്. സോ പ്രധാനപ്പെട്ട സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യേണ്ടത് ഏതൊക്കെയെന്ന് നോക്കാം. സോ ഫസ്റ്റ്ലി യൂസിങ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കറിയാം പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഇന്നിൻ്റെ ഒരു ആവശ്യകതയാണ്. അതുകൊണ്ട് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ മെത്തേഡ്സ് വേണം എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഉപയോഗപ്പെടുത്താൻ. ആൻഡ് ഓൾസോ ഗിവിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുക. ഹെൽപ്പിംഗ് ദ ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന, അവഗണിക്കപ്പെടുന്ന അല്ലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജനവിഭാഗങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യമായിരിക്കണം തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ പ്രൊവൈഡിങ് ബേസിക് അമ്യൂണിറ്റീസ് ലൈക്ക് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എക്സെട്ര. ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, സ്കൂൾ സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുകയും ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ എ ബിസിനസ് ഷുഡ് ഫുൾഫിൽ some social objectives, or they should undertake various social activities because they are a part and parcel of the society. ഈ സമൂഹത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ ഈ സമൂഹത്തെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യമായിട്ട് പരിഗണിക്കേണ്ടതാണ്. സോ മാനേജ്മെൻറ്റ് ഷുഡ് ഓൾസോ ഫുൾഫിൽ ദീസ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് or undertake various social activities. Then thirdly, the personal objectives of business. The management should also fulfill various personal objectives of the individuals in the organization. The management must reconcile personal goals with organizational objectives to have harmony in the organization. നമുക്കറിയാം ഏത് സ്ഥാപനമാണെങ്കിലും അനവധി വ്യക്തികളുടെ സാന്നിധ്യം അവിടെയുണ്ട്. ആ വ്യക്തികളുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വ്യക്തിഗത താല്പര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരുടെ താല്പര്യങ്ങളാണ്. ആ ജീവനക്കാരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ സ്ഥാപന ലക്ഷ്യവും വ്യക്തിഗതമായിട്ടുള്ള ലക്ഷ്യവും തമ്മിൽ ചിലപ്പോൾ കോൺട്രാഡിക്ഷൻസ് ഉണ്ടാകാറുണ്ട്, വിഭിന്നമായി മാറാറുണ്ട്. വ്യക്തിഗത താല്പര്യങ്ങൾ സ്ഥാപനത്തിലെ പൊതുലക്ഷ്യങ്ങൾക്ക് എതിരായി നിൽക്കാറുണ്ട്. എന്നാൽ ഇവയെ തമ്മിൽ റീകൺസിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് മാനേജ്മെന്റിന്റെ ഒരു അനിവാര്യതയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ദ വേരിയസ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ടു ബി ഫുൾഫിൽഡ് ബൈ ദ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ നീഡ്സ് ലൈക്ക് ഹയർ സാലറീസ്, ബോണസ് എക്സെട്ര. ജീവനക്കാർക്ക് കൂടുതൽ ശമ്പളം നൽകുക, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആണ് ജീവനക്കാരുടെ. സെക്കൻഡ്ലി, സേഫ്റ്റി നീഡ്സ് ലൈക്ക് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, പെർമനന്റ് ജോബ്, പെൻഷൻ എക്സെട്ര. സേഫ്റ്റി നീഡ്സ് ആയിട്ടുള്ള നല്ല ജോലി സാഹചര്യം പ്രദാനം ചെയ്യുക, സ്ഥിരമായ ജോലി നൽകുക, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയതൊക്കെയും ജീവനക്കാരുടെ ഒരു പേഴ്സണൽ നീഡാണ്. ആ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഒരു ബിസിനസ് ഫുൾഫിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആൻഡ് ഓൾസോ ദ സോഷ്യൽ നീഡ്സ് ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്, റെക്കഗ്നേഷൻ, റെസ്പെക്ട് ഫ്രം അതേഴ്സ് എക്സെട്ര. ഇങ്ങനെയുള്ള സോഷ്യൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യേണ്ടതും ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമാണ്. ആൻഡ് അഗെയിൻ ഹയർ ലെവൽ നീഡ്സ് ലൈക്ക് പ്രൊമോഷൻ, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സെട്ര. ജീവനക്കാരുടെ ഹയർ ലെവലിലുള്ള നീഡ്സ്, പ്രൊമോഷൻ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് കൂടി മാനേജ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വ്യക്തിഗത താല്പര്യങ്ങളും അതോടൊപ്പം സ്ഥാപനത്തിൻ്റെ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സും
ചിലപ്പോൾ കോൺട്രാഡിക്ടറി ആയിട്ട് വരാറുണ്ട്, വിഭിന്നമായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ ശമ്പളം നൽകുന്നത് ചിലപ്പോൾ സ്ഥാപനത്തിൻ്റെ ലാഭത്തെ കുറയ്ക്കാൻ കാരണമായേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കോൺട്രാഡിക്ഷൻസ് വരുമ്പോൾ അവിടെ അവയെ റീകൺസിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം മാനേജ്മെന്റിനാണ്. അവയെ അനുരഞ്ജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. ഒരേ സമയത്ത് സ്ഥാപന ലക്ഷ്യങ്ങളും അതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ ജീവനക്കാരുടെ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള വ്യക്തികളുടെ വ്യക്തിഗത താല്പര്യങ്ങളും പരീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് മാനേജ്മെന്റിൻ്റെ ഉത്തരവാദിത്തമാണ്. മാനേജ്മെന്റിൻ്റെ ലക്ഷ്യങ്ങളെ അപ്പോൾ നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയുണ്ടായി. The objectives of management are broadly classified as organization objectives, social objectives and also personal objectives. തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രാധാന്യത്തെക്കുറിച്ചാണ്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൊട്ടേഷൻ നിങ്ങൾ മോണിറ്ററിൽ ശ്രദ്ധിക്കുക. സക്സസ്ഫുൾ ഓർഗനൈസേഷൻസ് ഡു നോട്ട് അച്ചീവ് ദർ ഗോൾസ് ബൈ ചാൻസ് ബട്ട് ബൈ ഫോളോവിങ് എ ഡെലിബറേറ്റ് പ്രോസസ് കോൾഡ് മാനേജ്മെന്റ്. അപ്പോൾ ഒരു സ്ഥാപനത്തിന് വിജയം എന്ന് പറയുന്നത് ബൈ ചാൻസ് അല്ല. നേരെ തിരിച്ച് മാനേജ്മെന്റ് എന്നുള്ള ഒരു ബോധപൂർവമായ പ്രക്രിയയിലൂടെയാണ് ആ സ്ഥാപനത്തിൻ്റെ വിജയം സുസാധ്യമാകുന്നത്. ഒരിക്കലും ബൈ ചാൻസിലുള്ള ഒരു വിജയമല്ല ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. എല്ലാ ഓർഗനൈസേഷനും വിജയം സാധ്യമാക്കുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്ന ബോധപൂർവമായിട്ടുള്ള പ്രക്രിയയിൽ നിന്നാണ്. അപ്പോൾ ഈ കൊട്ടേഷനിൽ നിന്ന് നമുക്ക് മാനേജ്മെന്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും. കാരണം ഏത് സ്ഥാപനത്തിൻ്റെയും വിജയപരാജയങ്ങൾക്ക് പിന്നിൽ മാനേജ്മെന്റ് ആണുള്ളത്. മോശം മാനേജ്മെന്റ് ആണെങ്കിൽ സ്ഥാപനം പരാജയപ്പെടാനുള്ള കാരണം അതാണ്. എന്നാൽ സ്ഥാപനം വിജയപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നല്ല മാനേജ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാനേജ്മെന്റിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മാനേജ്മെന്റ് സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ഗ്രൂപ്പ് ഗോൾസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിന് പൊതുലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. ആ പൊതുലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ മാനേജ്മെന്റിന്റെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രോപ്പർ ഡയറക്ഷനും കോർഡിനേഷനും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പൊതുലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഓരോ വ്യക്തികളും അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ചാൽ ഒരിക്കലും സ്ഥാപനത്തിന്റെ പൊതുലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അപ്പോൾ മാനേജ്മെന്റിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഇടപെടലിലൂടെ മാത്രമേ സ്ഥാപനത്തിന്റെ പൊതുലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുകയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും സ്ഥാപനത്തിന് പൊതുലക്ഷ്യം നേടിയെടുക്കാൻ കഴിയാതെ വരികയും ചെയ്യും. സോ മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. സ്ഥാപനത്തിന്റെ പൊതുലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പൊതുലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നത് മാനേജ്മെന്റ് ഇടപെടൽ കൊണ്ടാണ്. രണ്ടാമതായി ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. മാനേജ്മെന്റ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മാനേജ്മെന്റ് ഹെൽപ്സ് ടു അച്ചീവ് ദ ഗോൾസ് വിത്ത് മിനിമം റിസോഴ്സസ്. എഫിഷ്യൻസിയെ കുറിച്ച് നമ്മൾ കണ്ടു. കുറഞ്ഞ ചിലവിൽ കാര്യങ്ങൾ നേടിയെടുക്കുക. നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ജീവനക്കാരെയും അതോടൊപ്പം തന്നെ റോ മെറ്റീരിയൽസും ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും അതിലൂടെ വേസ്റ്റേജ് ഓഫ് ടൈം, മണി ഇവയൊക്കെ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ വേസ്റ്റേജസ് കുറച്ചുകൊണ്ട്, കോസ്റ്റ് കുറച്ചുകൊണ്ട് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ ഇടപെടൽ സഹായിക്കുന്നുണ്ട്. കൃത്യമായിട്ട് മാനേജ്മെന്റ് ഇടപെടുന്നില്ലെങ്കിൽ ജീവനക്കാർ യഥാസമയത്ത് ജോലിക്ക് ഹാജരാകാതിരിക്കും, അല്ലെങ്കിൽ റിസോഴ്സസിന്റെ വേസ്റ്റേജസ് ഉണ്ടാവും. അതുകൊണ്ട് പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ കോസ്റ്റ് കുറയ്ക്കാനും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും കഴിയും. ദെൻ മൂന്നാമതായി ഇറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. മാനേജ്മെന്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. Appropriate changes must be introduced in the organization as and when it is needed. ഏത് സ്ഥാപനത്തിലും സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം.
അപ്പോൾ അഡാപ്റ്റേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്കറിയാം, മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ, മാനേജ്മെന്റ് ആ മാറ്റങ്ങൾക്ക് മുൻകൈ എടുക്കുന്നില്ല എങ്കിൽ അവിടെ സ്ഥാപനം ഒബ്സലേറ്റ് ആയി തീരും, അല്ലെങ്കിൽ പഴഞ്ചനായി മാറും. അതിലൂടെ സ്ഥാപനത്തിലെ തകർച്ചയ്ക്ക് അത് കാരണമായേക്കാം. അപ്പോൾ ഡൈനാമിസം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റ സ്ഥാപനത്തിൽ കൈവരിക്കാൻ കഴിയുന്നത് മാനേജ്മെന്റിന്റെ പങ്കാളിത്തം കൊണ്ടാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ടാണ്. പലപ്പോഴും നമുക്കറിയാം, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ മാറ്റങ്ങളോട് ഒരു പ്രതിരോധ മനോഭാവമായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും മാറ്റങ്ങളെ അനുകൂലിക്കാറില്ല. ഇപ്പോൾ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനായിരിക്കും നമുക്ക് താല്പര്യം. പൊതുവിൽ മനുഷ്യര് മാറ്റങ്ങളെ എതിർക്കുന്നവരാണ്. എന്നാൽ മാറ്റങ്ങൾക്കനുസരിച്ച് സ്ഥാപനത്തിൽ പുറമേ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്ഥാപനത്തിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അപ്പോൾ മാനേജ്മെന്റ് മാറ്റങ്ങൾ സ്ഥാപനത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു ഏജൻസിയാണ്. അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി ജീവനക്കാരെ പ്രാപ്തരാക്കുന്നതും മാനേജ്മെന്റ് ആണ്. സോ മാനേജ്മെന്റ് ഹെൽപ്സ് ദ പീപ്പിൾ ഓർ എംപ്ലോയീസ് ടു അഡാപ്റ്റ് സച്ച് ചേഞ്ചസ് ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ. ജീവനക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മാറ്റങ്ങൾ സ്ഥാപനത്തിൽ നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് അനുരൂപീകരണം നടത്താൻ വേണ്ട മാറ്റങ്ങൾ സ്ഥാപനത്തിൽ വരുത്താൻ വേണ്ടി മാനേജ്മെന്റ് സഹായിക്കുന്നു. സോ മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. The fourth point is that management helps in achieving personal objectives. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ പരിഗണിക്കുന്നു എന്നുള്ളത് മാനേജ്മെന്റിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. Along with the organization objectives, individual members in the team should be able to achieve their personal goals. വ്യക്തിഗത താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നതിലൂടെ ജീവനക്കാർക്ക് സ്ഥാപനത്തിനോട് കൂടുതൽ വിശ്വസ്തയും ഉണ്ടാകുകയും അതിലൂടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ അനായാസം നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യേണ്ടത് മാനേജ്മെന്റിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കണ്ടു. ആ വ്യക്തിപരമായ താല്പര്യങ്ങളെ പരിഗണിക്കുന്നതിലൂടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ അനായാസം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നത് മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ദെൻ ഫിഫ്ത്ലി, മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ട സംഭാവനകൾ മാനേജ്മെന്റ് നൽകുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണുകയുണ്ടായി, ഗുണമേന്മയിലുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്കൂളുകളും ഹോസ്പിറ്റലുമൊക്കെ ജനങ്ങൾക്ക് അത്തരം സൗകര്യങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് സമൂഹത്തെ സെർവ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മാനേജ്മെന്റ്. അപ്പോൾ ആ സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും മാനേജ്മെന്റ് പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് മാനേജ്മെന്റ് സഹായിക്കുന്നു. സോ ദീസ് ഓൾ ആർ ദ പോയിന്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മാനേജ്മെന്റിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ. ഫസ്റ്റ്ലി, മാനേജ്മെന്റ് ഹെൽപ്സ് ടു അച്ചീവ് ഗ്രൂപ്പ് ഗോൾസ്. സെക്കൻഡ്ലി, മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. Thirdly, management creates a dynamic organization. Then fourthly, management helps in achieving personal objectives. And lastly, management helps in development of society. Then the next topic is about the nature of management. മാനേജ്മെന്റിന്റെ നേച്ചറിനെ കുറിച്ചാണ്, അതിൻ്റെ സ്വഭാവ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. മാനേജ്മെന്റിന്റെ നേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 3 പ്രധാനപ്പെട്ട നേച്ചറാണ് നമ്മൾ ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, ആൻഡ് ഓൾസോ മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് മാനേജ്മെന്റിനെ വീക്ഷിക്കാൻ സാധിക്കും. മാനേജ്മെന്റിനെ ഒരു കലയായിട്ട് നമുക്ക് വീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ശാസ്ത്രമായിട്ട് നമുക്ക് കാണാം, അതല്ലെങ്കിൽ ഒരു വിദഗ്ധ തൊഴിലായിട്ട്, ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്.
സോ ഫസ്റ്റ്ലി അബൌട്ട് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് ഒരു കലയായിട്ടാണ് നമ്മൾ വീക്ഷിക്കുന്നത്. ഒരു കലയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ഏത് കലയാണെങ്കിലും അതിന് ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ട തത്വങ്ങൾ, പ്രമാണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു തിയററ്റിക്കൽ ബേസിസ് അതിനുണ്ടായിരിക്കും. സോ ദർ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് എ തിയററ്റിക്കൽ നോളജ്. ആൻഡ് സെക്കൻഡ്ലി പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. ആർട്ട് എന്ന് പറയുന്നത് അവിടെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനാണ്. അത് ഓരോ വ്യക്തിക്കും അനുസരിച്ചിരിക്കും. ഒരേ ഗാനം തന്നെ, ഒരേ രാഗം തന്നെ രണ്ട് വ്യക്തികൾ ആലപിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കല എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രയോഗമാണ് അവിടെ ഉള്ളത്. പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനാണ്. ആൻഡ് തേർഡ്ലി ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. കലയെ നമുക്ക് പ്രാക്ടീസിലൂടെ, ക്രിയേറ്റിവിറ്റിയിലൂടെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ അവിടെ സർഗാത്മകതയ്ക്ക് ഇടമുള്ള ഒന്നാണ് കലയെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അത് പ്രാക്ടീസ് കൊണ്ട് മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ഒരു നല്ല ഗായകനാണെങ്കിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം, സർഗാത്മകത നമ്മൾ ഉണ്ടാവണം. അതേസമയത്ത് എന്താണ്, പ്രാക്ടീസിലൂടെ അത് മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പ്രത്യേകതകൾ നമ്മുടെ മാനേജ്മെന്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ബിക്കോസ് എ മാനേജർ യൂസസ് ഹിസ് സ്കിൽസ് ആൻഡ് നോളജ് ഇൻ ഹിസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഫോർ അച്ചീവിങ് ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയായിട്ട് വീക്ഷിക്കാൻ കഴിയും. കാരണം എല്ലാ മാനേജർമാർ അവരുടെ സ്കില്ലും നോളജും ഉപയോഗിച്ചാണ് ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അവർ ഏറ്റെടുത്ത് ചെയ്യുന്നത്. സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി വിവിധങ്ങളായുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മാനേജേഴ്സ് ഓരോരുത്തരും അവരുടെ സ്കില്ലും നോളജും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാനേജ്മെന്റിനെ ഒരു കലയായിട്ട് കാണാം. ഒരു മാനേജർ അയാളുടെ അറിവും കഴിവും ഉപയോഗിച്ച് ബിസിനസ്സിനെ മാനേജ് ചെയ്യുമ്പോൾ ആ മാനേജ്മെന്റ് തത്വങ്ങൾ പ്രയോഗിക്കുന്നത് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള രീതിയിലാണ്. ഒരേ തത്വങ്ങൾ തന്നെയാണെങ്കിലും ഓരോരുത്തരും അവരുടെ കഴിവും പരിചയവും അനുസരിച്ച് മാറ്റി പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റിന് ആർട്ടെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ദെൻ സെക്കൻഡ്ലി മാനേജ്മെന്റ് ഈസ് എ സയൻസ്. മാനേജ്മെന്റിനെ ഒരു ശാസ്ത്രമായിട്ട് വീക്ഷിക്കാം. നമുക്ക് ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? ഒന്നാമതായിട്ട് അവിടെ ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടാവണം. വളരെ വ്യക്തമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും അതിനുണ്ടാവണം. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസ് ഒരു ശാസ്ത്രത്തിന് പിന്തുണയായിട്ടുണ്ടാകും. ആൻഡ് സെക്കൻഡ്ലി ദ പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. ആ തത്വങ്ങളാകട്ടെ എക്സ്പെരിമെന്റേഷന് വിധേയമായിരിക്കണം. ആര് പരിശോധിച്ചാലും ശരിയെന്ന് പറയാൻ കഴിയണം. എവിടെ പ്രയോഗിച്ചാലും അത് അതേ തലത്തിൽ ശരിയായിരിക്കണം. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ലോകത്ത് എവിടെയും എന്താണ്, അത് വാലിഡുമായിരിക്കണം. യൂണിവേഴ്സൽ വാലിഡിറ്റി എന്നുണ്ടാവണം. ലോകത്തെവിടെയും ഈ തത്വങ്ങൾ അതേപടി പ്രയോഗിക്കാൻ കഴിയണം. ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിനൊരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടാവണം. പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഓൾസോ യൂണിവേഴ്സൽ വാലിഡിറ്റി. അപ്പോൾ മാനേജ്മെന്റ് ഒരു സയൻസ് ആണ്. ഈ പ്രത്യേകതകൾ മാനേജ്മെന്റിനുണ്ടോ? സയൻസിന്റെ പ്രത്യേകതകൾ മാനേജ്മെന്റിന് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് തീർച്ചയായിട്ടും ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. മാനേജ്മെന്റ് എക്സ്പേർട്സുകൾ ഡെവലപ്പ് ചെയ്ത അനവധി തത്വങ്ങൾ അവരുടെ എക്സ്പീരിയൻസിലൂടെ, അവരുടെ എക്സ്പെരിമെന്റ്സിലൂടെ അവർ ഡെവലപ്പ് ചെയ്ത ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. So these principles are based on experimentation, and also these principles have universal validity. Although management has a systematized body of knowledge, they cannot be compared with the principles of physical science, which are definite and exact. അപ്പോൾ മറ്റുള്ള ഫിസിക്കൽ സയൻസ്, ഇപ്പം ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള മറ്റുള്ള ശാസ്ത്ര വിഷയങ്ങൾ പോലെ മാനേജ്മെന്റ് എക്സാക്റ്റ് ആയിട്ടൊരു സയൻസ് ആണ് അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഎക്സാക്റ്റ് സയൻസ് ആണ്.
ഒരു പ്യുവർ സയൻസ് അല്ല അത്. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് പ്യുവർ സയൻസ് അല്ല എന്ന് പറയുന്നത്? കാരണം മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രീയ തത്വങ്ങൾ പോലെയല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റി പ്രയോഗിക്കേണ്ടവയാണ്. അവിടെ യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ കോർ കോൺസെപ്റ്റ് ചിലപ്പോൾ യൂണിവേഴ്സലി വാലിഡ് ആയിരിക്കാം, പക്ഷേ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് മാറ്റി പ്രയോഗിക്കേണ്ടവയാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ. അതുകൊണ്ട് അതിനെ ഒരു എക്സാക്ട് സയൻസ് ആയിട്ട് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കില്ല. സോ മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് സയൻസ് ഓർ സോഫ്റ്റ് സയൻസ് ഓർ സോഷ്യൽ സയൻസ്. ഇതൊരു സാമൂഹ്യ ശാസ്ത്രമാണ്. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിനെ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം, അവരുടെ ബിഹേവിയറൽ പാറ്റേൺ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും പെരുമാറ്റ രീതികൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേ തത്വങ്ങൾ പ്രായോഗികമാക്കാൻ കഴിയില്ല. അവിടെ ഓരോ സ്ഥാപനത്തിലെയും സാഹചര്യം അനുസരിച്ച് അതുകൊണ്ട് മാനേജ്മെൻറ്റ് തത്വങ്ങൾ മാറ്റി പ്രയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് മാനേജ്മെൻറ്റ് ഒരു ഇൻഎക്സാക്ട് സയൻസ് ആണ്, അല്ലെങ്കിൽ അതിനെ സോഫ്റ്റ് സയൻസ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതിനെ ബിഹേവിയറൽ സയൻസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സിംപ്ലി ഇറ്റ് ഈസ് എ സോഷ്യൽ സയൻസ്. മറ്റേ ഹിസ്റ്ററി പോലെയോ ഒക്കെ ഒരു സോഷ്യൽ സയൻസ് ആണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റിന് സയൻസിൻ്റെ ചില പ്രത്യേകതകളുണ്ട്, അതേ സമയത്ത് ആർട്ടിൻ്റെ പ്രത്യേകതകളുണ്ട്. സോ മാനേജ്മെൻറ്റ് മേ ബി റിഗാർഡഡ് ആസ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. ഇതിനെ ഒരു കലയും ശാസ്ത്രവുമായിട്ട് നമുക്ക് വീക്ഷിക്കാൻ കഴിയും. മാനേജ്മെൻറ്റ് ഒരേ സമയത്ത് ശാസ്ത്രവുമാണ്, അതേ സമയത്ത് കലയുമാണ്. സോ മാനേജ്മെൻറ്റ് ഈസ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. ദെൻ അഗെയിൻ മാനേജ്മെൻറ്റ് മേ ബി വ്യൂഡ് ആസ് എ പ്രൊഫഷൻ. ഒരു വിദഗ്ധ തൊഴിലായിട്ട്, അല്ല മാനേജറുടെ ഒരു തൊഴിലായിട്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ വീക്ഷിക്കാൻ സാധിക്കും. സോ മാനേജ്മെൻറ്റ് മേ ബി വ്യൂഡ് ആസ് എ പ്രൊഫഷൻ. ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകതകൾ നോക്കുമ്പോൾ ഫസ്റ്റ്ലി വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടാവും. ഏത് പ്രൊഫഷനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള തിയററ്റിക്കലായിട്ടുള്ള ബേസിസ് അതിനുണ്ടാവും. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജ് ഉണ്ടാവും. ദെൻ ദർ ഈസ് റെസ്ട്രിക്റ്റഡ് എൻട്രി. ചില നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ചിലപ്പോൾ അതിൽ അംഗങ്ങളാകാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡോക്ടർ ആവണമെങ്കിൽ MBBS ക്വാളിഫൈ ചെയ്യണം, MBBS എക്സാം പാസ്സാവണം, അതോടൊപ്പം തന്നെ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെ LLB പാസ്സായിരിക്കണം. അപ്പോൾ ഒരു നിശ്ചിത യോഗ്യത ഉണ്ടാവണം. ഒരു ഏത് പ്രൊഫഷൻ ആണെങ്കിലും സാധാരണഗതിയിൽ ഒരു നിശ്ചിത യോഗ്യത അതിന് വേണ്ടിയിട്ട് ഉണ്ടാവണമെന്നുള്ളത്. ദെൻ തേർഡില് പ്രൊഫഷണൽ അസോസിയേഷൻ. ആ പ്രൊഫഷനെ ഗവേൺ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ടാവും, ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഡോക്ടേഴ്സിന് IMA എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അല്ലെങ്കിൽ വക്കീൽ അല്ലെങ്കിൽ ലോയേഴ്സിന് അവിടെ ബാർ കൗൺസിൽ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അസോസിയേഷൻ്റെ പിന്തുണയോടുകൂടിയാണ് ആ പ്രൊഫഷൻ റൺ ചെയ്യുന്നത്. നാലാമതായി ഒരു എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാവണം, അതായത് ഒരു പെരുമാറ്റച്ചട്ടം. ആ പ്രൊഫഷൻ എൻഗേജ് ചെയ്യുന്നവരെ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു കോഡ് ഓഫ് കോണ്ടക്ട്, പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടാവും. ആൻഡ് ഓൾസോ ദേ ആർ യൂഷ്വലി സർവീസ് മോട്ടീവ്. സേവന സന്നദ്ധരായിരിക്കും, അല്ലെങ്കിൽ സേവനമായിരിക്കും അവരുടെ മുഖമുദ്ര. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ. ഈ പ്രത്യേകതകൾ നമ്മുടെ മാനേജ്മെൻറ്റിനുണ്ടോ? നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് വിജയന്മാർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന തത്വങ്ങൾ, പ്രമാണങ്ങളുണ്ട്. അപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജിൻ്റെ പിന്തുണ അതിനുണ്ട്. ദെൻ രണ്ടാമതായിട്ട് റെസ്ട്രിക്റ്റഡ് എൻട്രിയുടെ കാര്യം. നിശ്ചിത യോഗ്യത ആവശ്യമുണ്ടോ മാനേജറാവാൻ? ഇല്ല എന്നാണ് പലപ്പോഴും നിങ്ങളുടെ മറുപടി. ഒരു യോഗ്യത വേണമെന്നില്ല. വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരും മാനേജറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാനേജറാവണമെങ്കിൽ നിശ്ചിത യോഗ്യത വേണമെന്നുള്ളത്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ ട്രെയിനിങ്ങോ വേണമെന്നുള്ളത് ഒരു അനിവാര്യതയല്ല. എന്നാൽ അടുത്ത കാലത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നിശ്ചിത യോഗ്യതയുള്ളവരാണ് കൂടുതൽ മാനേജർമാരായി മാറുന്നത്. MBA പോലെയുള്ള ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തതിനു ശേഷമാണ് ഇന്നത്തെ
പ്രസന്റ് സിറ്റുവേഷനിൽ മാനേജേഴ്സ് കൂടുതലും നിശ്ചിത യോഗ്യതയുള്ളവരാണ്. ദെൻ പ്രൊഫഷണൽ അസോസിയേഷൻ്റെ സാന്നിധ്യം മാനേജ്മെന്റ് മേഖലയെ ഗവേൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ പ്രൊഫഷനെ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. ഓൾ ഇന്ത്യ മാനേജേഴ്സ് അസോസിയേഷൻ പോലെയുള്ള പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ആ പ്രൊഫഷണൽ ബോഡിയിൽ അംഗത്വമൊന്നും ആവശ്യമില്ല മാനേജറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതൊരു പോരായ്മയാണ്. പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടെങ്കിലും അതിലുള്ള അംഗത്വം നിർബന്ധമല്ല. നേരെ തിരിച്ച് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ IMAയിൽ അംഗമായിരിക്കണം, അല്ലെങ്കിൽ ബാർ കൗൺസിൽ അംഗമായെങ്കിൽ മാത്രമേ ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ അത്തരത്തിലൊരു നിർബന്ധം എവിടെയില്ല, ഈ പറയുന്ന മാനേജ്മെന്റ് എന്നുള്ള പ്രൊഫഷനിലില്ല. അതോടൊപ്പം എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട്, പെരുമാറ്റച്ചട്ടം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മാനേജേഴ്സിനുള്ളത്. ഓൾ ഇന്ത്യ മാനേജേഴ്സ് അസോസിയേഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. പക്ഷേ അത് ലീഗലി ബൈൻഡിങ് അല്ല. മാനേജർമാർക്ക് നിർബന്ധമായിട്ട് അത് പാലിക്കേണ്ടതില്ല. നിയമപരമായിട്ടുള്ള ബാക്കിംഗ് അതിനില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. സർവീസ് മോട്ടീവാണ്. എല്ലാ മാനേജർമാരും നമുക്കറിയാം സേവന സന്നദ്ധരാണ്. മാനേജ്മെന്റിന്റെ സോഷ്യൽ ഒബ്ജക്റ്റീവ് കൂടി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ സർവീസ് മോട്ടീവാണ് മാനേജേഴ്സ്. അപ്പോൾ ചില പ്രത്യേകതകൾ മാനേജ്മെന്റിന് പ്രൊഫഷൻ്റെതായുള്ള ചില പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ചില പ്രത്യേകതകൾ അതിനില്ല, അല്ലെങ്കിൽ ചില ലാക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാനേജ്മെന്റിനെ ഒരിക്കലും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള പ്രൊഫഷനായിട്ട് കാണാൻ കഴിയില്ല. പൂർണ്ണ വികാസം പ്രാപിച്ച, പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു പ്രൊഫഷനായിട്ട് നമുക്കതിനെ പരിഗണിക്കാൻ കഴിയില്ല. എന്നാൽ ആ ഒരു പാതയിലാണ്. തീർച്ചയായിട്ടും സമീപകാലത്ത് അല്ലെങ്കിൽ വരും ഭാവിയിൽ അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷനായി തീരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാനേജ്മെന്റിന് പ്രൊഫഷണലിലുള്ള ചില പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷൻ എന്ന് പറയാൻ കഴിയാത്തത്? നമുക്കറിയാം 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായിട്ട് അവിടെ റെസ്ട്രിക്റ്റഡ് എൻട്രി ഇല്ല. നിശ്ചിത യോഗ്യത വേണമെന്നില്ല ഒരു മാനേജറാവാൻ. രണ്ടാമതായിട്ട് പ്രൊഫഷണൽ അസോസിയേഷനിലെ മെമ്പർഷിപ്പ് നിർബന്ധമല്ല. മൂന്നാമതായിട്ട് കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടെങ്കിലും അത് ലീഗലി ബൈൻഡിങ് അല്ല. സോ മാനേജ്മെന്റ് ഈസ് നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷൻ. മാനേജ്മെന്റിന് പൂർണ്ണ വികാസം പ്രാപിച്ച ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മാനേജ്മെന്റിന്റെ 3 നേച്ചറാണ് അല്ലെങ്കിൽ 3 സ്വഭാവ പ്രത്യേകതകളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ആദ്യം നമ്മൾ മാനേജ്മെന്റിനെ ഒരു ആർട്ടായിട്ട്, കലയായിട്ട് കണ്ടു. രണ്ടാമതായിട്ട് മാനേജ്മെന്റിനെ ഒരു സയൻസ് അഥവാ ശാസ്ത്രമായിട്ട് കണ്ടു. മൂന്നാമതായിട്ട് മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ അഥവാ ഒരു വിദഗ്ധ തൊഴിലായിട്ട് കണ്ടു. ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ തുടർന്നുള്ള പാഠഭാഗങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.